സംസ്ഥാനത്തെ 2971 എയ്ഡഡ് സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന നിയമസഭാ സമിതിയുടെ കണ്ടെത്തൽ. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സൗകര്യമൊരുക്കിയില്ലെങ്കിൽ സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും. മലപ്പുറം ജില്ലയിലാണ് പ്രാഥമിക സൗകര്യങ്ങളില്ലാത്ത സർക്കാർ സ്കൂളുകൾ കൂടുതലുള്ളത്. സംസ്ഥാനത്ത് 1775 സർക്കാർ സ്കൂളുകളും 2971 എയ്ഡഡ് സ്കൂളുകളുമാണ് വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയത്. മലപ്പുറത്ത് 265ഉം തിരുവനന്തപുരത്ത് 219ഉം കൊല്ലത്ത് 212 സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യങ്ങളില്ല. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം 90% വിദ്യാലയങ്ങളിലും ഇല്ലെന്നാണ് നിയമസഭാ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടങ്ങളിൽ കുടിവെള്ളത്തിനായി നൽകുന്നത് മലിനജലമാണ്. വീഴ്ച വരുത്തിയ സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. വാട്ടർ അതോറിറ്റി കുടിവെള്ളത്തിന്റെ ഗുണമേന്മ പരിശോധിക്കും. കളക്ടറുടെ നിർദ്ദേശത്തിന് ശേഷവും മിനിമം സൗകര്യങ്ങൾ ഒരുക്കാത്ത സ്കൂളുകളുടെ അംഗീകാരം റദ്ദ് ചെയ്യുമെന്ന് നിയമസഭാ കമ്മിറ്റി അധ്യക്ഷൻ VS സുനിൽകുമാർ MLA പറഞ്ഞു. ഡിഒമാരും ഈ എയ്ഡഡ് സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് അവരെല്ലാ വർഷവും നടത്തുന്ന റുട്ടീൻ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് കുറവ് ചൂണ്ടിക്കാണിക്കുകയും ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി മാനേജ്മെന്റിന്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എയ്ഡഡ് സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ പോകുന്നത്. SSA, RMSA തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ടുകളുടെ വിനിയോഗത്തിലും അപാകതകൾ കണ്ടെത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ മാത്രം 60 കോടി രൂപയാണ് ഈ ഇനത്തിൽ ചിലവിട്ടത്. ഷഫീഖ് തച്ചുപറമ്പൻ, റിപ്പോർട്ടർ, മലപ്പുറം.